ഇപ്പോൾ തമിഴിലെ ടോപ്പ് ആക്ടേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പ് ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആക്ടറാണ് ദളപതി വിജയ്. ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റാർഡപ്പ് എങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായാലും നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും പോലെ അങ്ങനെ ഒരു ആദ്യം തൊട്ടുള്ള വിജയ് സിനിമകളുടെ ഒരു അനാലിസിസ് ഒന്നും അല്ല നോക്കാൻ പോകുന്നത്. 2010 ശേഷമാണ് പുള്ളിയുടെ ഒരു ട്രാക്ക് മാറ്റം അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് തന്നെ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 2010 ശേഷം പുള്ളിയുടെ ഒരു കരിയർ ചേഞ്ച് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസും 2010 ശേഷം ഇറങ്ങിയിട്ടുള്ള പല സിനിമയിലൂടെ പുള്ളിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പിന്നീട് വലിയൊരു സ്റ്റാർഡത്തിലോട്ട് അത് പിന്നീട് വഴിമാറി പോയിട്ടുണ്ടായിരുന്നു. വിജയുടെ സ്റ്റാർഡത്തിന്റെ ഗ്രോത്തിന്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു പുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ. കാരണം ലിയോ എന്ന ചിത്രമായാലും ഗോട്ട് എന്ന ചിത്രമായാലും ഫസ്റ്റ് 100 കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫൈനൽ കളക്ഷൻ ആയാലും ചിത്രത്തിന് ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് റെസ്പോൺസ് ആയാലും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദളപതി വിജയുടെ 2010 ശേഷം 2011 ആദ്യമായി തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു കാവലൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രം നമ്മുടെ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദിലീപ് ഏട്ടന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ടുള്ള ബോഡിഗാർഡ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ തമിഴ് റീമേക്ക് ആയിരുന്നു. ബോഡിഗാർഡ് എന്ന ചിത്രം പല ഭാഷയിലും റീമേക്ക് ചെയ്തെങ്കിലും അത് തമിഴ് ഭാഷയിൽ റീമേക്ക് ചെയ്തപ്പോൾ നായകനെ എത്തിയിട്ടുള്ളത് ദളപതി വിജയ് ആയിരുന്നു. ഇതൊരു റൊമാന്റിക് നെറ്റിയ ചിത്രമായിട്ട് തന്നെയായിരുന്നു അവിടെയും തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. കുറച്ച് ആക്ഷൻ എലമെന്റ്സ് ഒക്കെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തെങ്കിലും ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതേ വർഷം തന്നെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു വേലായുധം എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് എത്തിയപ്പോൾ അത്യാവശ്യം വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഫാമിലി ഓഡിയൻസിനും യൂത്ത് ഓഡിയൻസിനെയും നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു ചിത്രം ഉണ്ടെങ്കിൽ അത് ഇത് തന്നെയായിരിക്കും. കാരണം പണ്ടൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും ടി വിയിലൊക്കെ കുറേ തവണയായാലും റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള ഈ ഒരു ചിത്രമായിരിക്കും. ആ ഒരു ലുക്കൊക്കെ ആയാലും വിജയുടെ കോമഡിയൊക്കെ ആയാലും പലവർക്കും വലിയ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രം വന്ന് തിയേറ്ററിൽ വലിയൊരു വിജയമൊന്നും ആയില്ല, വലിയൊരു ഹൈപ്പിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത്. ഒരു ആവറേജ് ഹിറ്റൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ വിജയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച ഒരു വർഷമായിരുന്നു 2012. 2012 ആദ്യമായി തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു നൻപൻ എന്ന ചിത്രം. വിജയുടെ ഇനി ഇതുപോലൊരു ചിത്രം വരുമോ എന്നറിയില്ല. കൂടാതെ തന്നെ ശങ്കർ ഇതുപോലൊരു ചിത്രം ഇനി സംവിധാനം ചെയ്യുമെന്നും അറിയില്ല. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് മികച്ച രീതിയിലുള്ള അഭിപ്രായം ചിത്രം അന്ന് തിയേറ്ററിൽ ഏറ്റവും വലിയൊരു ഹിറ്റുമായി മാറിയിട്ടുണ്ടായിരുന്നു. വിജയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു മികച്ചൊരു ടേണിംഗ് പോയിന്റ് ആയി മാറിയിട്ടുള്ളത് ഈ ഒരു ചിത്രമായിരുന്നു. അതേ വർഷം തന്നെ വിജയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു തുപ്പാക്കി എന്നൊരു ചിത്രം. AR മുരുകദാസ് ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ചിത്രം വിജയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി ക്ലബ് എന്ന് സ്വന്തമാക്കി ചിത്രം അന്ന് തിയേറ്ററിൽ ഏറ്റവും വലിയൊരു വിജയമായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന് ശേഷമായിരുന്നു വിജയ് അല്ലെങ്കിൽ AR മുരുകദാസ് കോംബോയിൽ വീണ്ടും ചിത്രങ്ങളൊക്കെ ഇറങ്ങി. ആ ഒരു കോംബോ തന്നെയായാലും വലിയ രീതിയിൽ തന്നെ തരംഗമായിട്ടുള്ളത്. വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ചിത്രവും പലവരുടെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രവും തുപ്പാക്കി തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന് ശേഷം വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു തലൈവ എന്ന ചിത്രം. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് വലിയൊരു ഹൈപ്പിലും പ്രതീക്ഷയോടെ റിലീസിന് എത്തിയെങ്കിലും ഭയങ്കര രീതിയിലുള്ള വലിയൊരു റെസ്പോൺസ് ഒന്നും ഈ ഒരു ചിത്രത്തിന് അന്ന് നേടിയെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം ഒരു വലിയൊരു വിജയമൊന്നും ആകാതെ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിലെ പാട്ടുകളൊക്കെ ആയാലും വിജയുടെ ലുക്കൊക്കെ തന്നെ ആയാലും പലവർക്കും തന്നെ വലിയ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് 2014 വലിയ രീതിയിലുള്ള ഹൈപ്പോടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു ജില്ല എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ഇത്രയും വലിയ ഹൈപ്പ് നേടിയെടുക്കാൻ സാധിച്ച മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം നമ്മുടെ മലയാളത്തിലുള്ള ലാലേട്ടനും ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടായിരുന്നു. വിജയും ലാലേട്ടനും ആദ്യമേ ഒന്നിക്കുന്ന ഒരു ചിത്രമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ നേടി ചിത്രം കുഴപ്പമില്ലാത്ത ഒരു വിജയമൊക്കെ അന്ന് തിയേറ്ററിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വിജയുടെ കരിയറിലെ തന്നെ എല്ലാവരും തന്നെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ മികച്ചൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രം 2014 പുറത്തിറങ്ങിയിട്ടുള്ള കത്തി എന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് ഇത്രയും ഹൈപ്പ് വരാൻ കാരണം തുപ്പാക്കി എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം AR മുരുകദാസും വിജയും ഒന്നിച്ച ചിത്രമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഹൈപ്പിനെ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറ്റിയിട്ടുള്ള ചിത്രമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് വെച്ചാണ്. എനിക്ക് പേഴ്സണലി തുപ്പാക്കിയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് കത്തി എന്ന ചിത്രമായിരുന്നു. കാരണം അത്രയ്ക്ക് രീതിയിൽ ഈ ഒരു ചിത്രം ഇമോഷണലി കണക്ട് ആക്കി മാസങ്ങളൊക്കെ കിടിലൻ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു കിടിലം എന്റർടൈനർ തന്നെയായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ പല സീക്വൻസ് ഒക്കെ ആയാലും ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ തന്നെ ഗൂസ് ബോംസ് അടിക്കുന്ന സീൻസ് ഒക്കെ തന്നെയാണ്. പിന്നീട് വിജയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങി 2015 പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു പുലി എന്ന ചിത്രം. ഈ ഒരു ചിത്രം വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ഹയസ്റ്റ് ഗ്രോസർ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വിജയം അല്ലെങ്കിൽ തമിഴ് സിനിമയെ തന്നെ മാറ്റിമറിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചുള്ള ഒരു ചിത്രമായിരുന്നു. കാരണം ഈ ഒരു ചിത്രം അത്രയും വലിയൊരു ഹൈപ്പിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ ഓരോ പോസ്റ്റേഴ്സ് ആയാലും ബഡ്ജറ്റ് ആയാലും അങ്ങനെ പല വലിയ ഹൈപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ച് ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തി വലിയൊരു വിജയമൊന്നും നേടിയെടുക്കാതെ അന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2016 ഒരു ഫാൻ ബോയ് സംഭവം എന്ന രീതിയിൽ ആർലിയും വിജയും ഒന്നിച്ചിട്ടുള്ള ആദ്യ ചിത്രമായിരുന്നു തെരി എന്ന ചിത്രം. ഈ ഒരു ചിത്രം അന്ന് വിജയുടെ കരിയറിലെ തന്നെ 100 കോടി ക്ലബിലൊക്കെ കളക്ട് ചെയ്ത് ഈ ഒരു ചിത്രം അന്ന് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രം റീമേക്ക് ചെയ്തിട്ട് പോലും ഈ ഒരു ചിത്രത്തിന് അപ്പുറം പോലും മറ്റു ഭാഷയിൽ റീമേക്ക് ചെയ്തിട്ട് എത്താൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ചിത്രത്തിന്റെ റേഞ്ച് എന്താണെന്നും. കൂടാതെ വിജയ് എന്ന ആക്ടർ ഈ ഒരു ചിത്രത്തിൽ എന്തോരം രീതിയിൽ അഭിനയിച്ച ആ ഒരു സിനിമയെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും. ഈ ഒരു ചിത്രത്തിന് ശേഷം വിജയ് നായകിന്റെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ചിത്രം
ചിത്രമായിരുന്നു ഭൈരവ എന്ന ചിത്രം. ഈ ഒരു ചിത്രം 2017 തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം അത്യാവശ്യം ഒരു വിജയമൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും വിജയുടെ കരിയറിലെ തന്നെ വലിയൊരു ഹിറ്റ് വേണ്ട ഒരു ടൈമിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ചിത്രമായിരുന്നു 2017 തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള മെർസൽ എന്ന ചിത്രം. തെരി സിനിമയ്ക്ക് ശേഷം വീണ്ടും ആർലി വിജയ് കോംബോയിൽ വരുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൽ നല്ല രീതിയിലുള്ള ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പിനെ ഒട്ടും കുറയ്ക്കാതെ ചിത്രം അന്ന് തിയേറ്ററിൽ ഏറ്റവും വലിയൊരു വിജയമായി മാറ്റുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഈ ഒരു ചിത്രം വിജയുടെ കരിയറിലെ തന്നെ ഹൈസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡൊക്കെ ആ ടൈമിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ ഫാൻ ബേസും കൂടാതെ തന്നെ ഒരു സ്റ്റാർഡും ഒക്കെ കീപ്പ് ചെയ്യുന്ന ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു സർക്കാർ എന്ന ചിത്രം. ഒന്നാമതേ മെർസൽ എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം വിജയ് നായകനായി വരുന്ന ചിത്രം, കൂടാതെ തന്നെ കത്തി തുപ്പാക്കി ചിത്രത്തിന് ശേഷം AR മുരുകദോസും വിജയും ഒന്നിക്കുന്ന ചിത്രം, അങ്ങനെ കൂടാതെ തന്നെ ബിഗ് ബഡ്ജറ്റിലൊക്കെ ഒരുങ്ങുന്ന ചിത്രം, അങ്ങനെ വലിയൊരു ഹൈപ്പ് തന്നെ ഈ ഒരു ചിത്രത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഹൈപ്പിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കാതെ വലിയൊരു വിജയം ഒന്നും ഈ ഒരു ചിത്രത്തിന് ആ ഒരു ടൈമിൽ നേടിയെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു വിജയം നേടിയെടുക്കാതെ അടുത്ത ചിത്രം വരുമ്പോൾ വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പലവരും പ്രതീക്ഷിക്കും. പക്ഷേ അടുത്ത ചിത്രത്തിന് അതിലും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. കാരണം തെരി, മെർസൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആർലിയും വിജയും ഒന്നിക്കുന്ന അടുത്ത ചിത്രമായിരുന്നു ബിഗിൽ എന്ന ചിത്രം. ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തി ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 300 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടി, മെർസലിന് മുകളിൽ കളക്ഷൻ ഒക്കെ നേടി അന്ന് വലിയൊരു ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വിജയ് നായകനെ തിയേറ്ററിലേക്ക് അടുത്ത ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു മാസ്റ്റർ എന്ന ചിത്രം. ആ ഒരു ടൈമിലായാലും ഏകദേശം 250 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസർ ഒക്കെ നേടി ഏറ്റവും വലിയൊരു ഹിറ്റായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തോട് കൂടി തന്നെ വിജയ് ഏറ്റവും വലിയൊരു സ്റ്റാർഡവും കൂടാതെ തന്നെ വലിയൊരു ഫാൻ ബേസും ഫാൻ ഫോളോയിങ് ഒക്കെ ആ ഒരു ടൈം അവിടെ കീപ്പ് ചെയ്ത് നിർത്തിയ ഒരു ടൈമായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു മാസ്റ്റർ സിനിമയ്ക്ക് ശേഷം. പിന്നീട് അടുത്തതായി റിലീസിനെത്തുന്ന സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ഡോക്ടർ സിനിമയ്ക്ക് ശേഷം നെൽസൺ സംവിധാനം ചെയ്യുന്ന ചിത്രം, കൂടാതെ മാസ്റ്റർ സിനിമയ്ക്ക് ശേഷം വിജയ് അഭിനയിക്കുന്ന ചിത്രം, അങ്ങനെ വലിയ ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രം. പക്ഷേ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് ഈ ഒരു ചിത്രം KGF എന്ന സിനിമയുടെ കൂടെ ക്ലാഷ് റിലീസായിട്ടായിരുന്നു എത്തിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ചിത്രത്തിന് അങ്ങനെ വലിയൊരു റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ വലിയൊരു വിജയമായോ എന്ന് ചോദിച്ചാൽ ഒരു ആവറേജും അല്ലെങ്കിൽ ആവറേജ് താഴെയൊക്കെ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് ബീസ്റ്റ് എന്ന ചിത്രം. പിന്നീട് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള വിജയ് ചിത്രമായിരുന്നു വാരിസ് എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത് 2023 അന്ന് ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഫാമിലി എന്റർടൈനർ ചിത്രമാണെന്നൊക്കെ തന്നെ. അതേ രീതിയിൽ പ്രതീക്ഷയോടെ പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചിത്രം തന്നെയായിരുന്നു. പക്ഷേ ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഓഡിയൻസ് ആയാലും കുറച്ചുകൂടി ഈ ഒരു ചിത്രത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ വലിയ രീതിയിലൊന്നും ബീറ്റ് ചെയ്യാൻ ഈ ഒരു ചിത്രത്തിലായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചില്ലായിരുന്നു. വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏത് ചിത്രമെന്ന് ചോദിച്ചാൽ അത് ലിയോ എന്ന് തന്നെ എല്ലാവരും തന്നെ പറയും. കാരണം വിക്രം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം, കൂടാതെ മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ശേഷം വിജയും ലോകേഷ് കനകരാജും ഒന്നിക്കുന്ന ചിത്രം, അങ്ങനെ ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ട്. കൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് LCUവിൽ ഉൾപ്പെടുന്ന ചിത്രം, ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു ചിത്രം, അങ്ങനെ വലിയൊരു മാരക ഹൈപ്പിൽ ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തി. നമ്മുടെ കേരളത്തിലായാലും ഏറ്റവും ആദ്യത്തെ തന്നെ ഡബിൾ ഡിജിറ്റ് ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് നേടിയ ചിത്രം എന്ന റെക്കോർഡൊക്കെ ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. വേൾഡുമായിട്ട് തന്നെ ആദ്യത്തെ തമിഴിൽ തന്നെ 100 കോടി ക്ലബ്ബൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ 100 കോടി ക്ലബ്ബൊക്കെ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു റിലീസോടെ എത്തി ഒരു കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസ് ഒക്കെ നേടി. ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഗ്രോസർ എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വിജയുടെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ചിത്രമായിരുന്നു ഗോട്ട് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് വലിയ ഹൈപ്പ് കയറാൻ കാരണം വെങ്കട് പ്രഭു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. പുള്ളിയായിരുന്നു മങ്കാത്തെ, മാനാട് പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്തൊരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ടൈപ്പ് വരുന്ന ഒരു കിഡിലെ സിനിമയായിരിക്കുമെന്നൊക്കെ തന്നെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രവും. ഈ ഒരു ചിത്രങ്ങളൊക്കെയാണ് ഇതുവരെയായിട്ടും ദളപതിയുടെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. ഇനിയും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിനെത്താണ്ടിരിക്കുന്ന ചിത്രം ജനനായകൻ എന്ന ചിത്രമാണ്. ഇപ്പോൾ വിജയുടെ ടിപ്പിക്കലായിട്ടുള്ള ഈ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കരമായിട്ടുള്ള കണ്ടന്റിനെ തന്നെ ബേസ് ചെയ്ത് പുള്ളി സിനിമയെ വലിയ രീതിയിൽ എടുത്തിട്ടില്ല. ചിലപ്പോൾ യൂഷ്വലി കണ്ടന്റിനെ ബേസ് ചെയ്യുകയാണെങ്കിൽ നൻപൻ സിനിമയൊക്കെ പറയാം. എങ്കിൽ പോലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എൻ്റർടൈനർ രീതിയിലാണ് പുള്ളി കൂടുതലായിട്ട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാം മിക്കവരും പറയും രക്ഷകനായിട്ടുള്ള സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത് അങ്ങനെ. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കുക, പലവർക്കും അല്ലെങ്കിൽ പല സിനിമകളിലും കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് എല്ലാത്തിനും രക്ഷകനായിട്ട് വരുന്ന ഒരു നായകനെ. നമ്മളത് ചില സിനിമകളെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ലെങ്കിൽ ചില സിനിമകളിൽ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നു. വിജയുടെ മോസ്റ്റ് സിനിമകളും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ മാസ്റ്ററിലൊക്കെ ആയാലും ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ പല സിനിമകളിലും അതൊക്കെ തന്നെയാണ് കാണിച്ചു പോകുന്നത്. കൂടാതെ തന്നെ വിജയ് അത് എടുക്കുന്നതും ഏകദേശം ഒരേ പ്ലോട്ട്, ഇപ്പോൾ പറയുന്ന രക്ഷകനായിട്ട് എല്ലാ സിനിമയിലും വരുന്നെങ്കിലും അത് നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ പുള്ളി പല രീതിയിലുള്ള സിനിമകളിലൂടെ അത് ചൂസ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ അതൊക്കെ ടിപ്പിക്കലായിട്ട് വരുന്ന സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി വരുന്നതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർക്ക് വലിയ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിത്രം വലിയ രീതിയിൽ ഹിറ്റ് ആവുകയും വിജയുടെ സ്റ്റാർട്ടും വലിയ രീതിയിൽ തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം മെർസൽ എന്ന ചിത്രത്തിലായാലും പുള്ളി ഏറ്റവും വലിയ വില്ലനായിട്ട് വല്ലതും ആണ് വരുന്നത് അല്ല. പക്ഷേ പുള്ളിയുടെ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടർ ബേസ് ഒക്കെ ആയാലും പുള്ളി ആ ഒരു സിനിമയെ ചെയ്തു വെച്ചിരിക്കുന്ന രീതി വെച്ചാണ് ആ ഒരു ചിത്രം അന്ന് ഏറ്റവും വലിയൊരു ഹിറ്റ്
ഹിറ്റായി മാറിയിട്ടുള്ളത്. എന്തായാലും വിജയ്ക്ക് ഈ ഒരു ഫോർമാറ്റ് ചിത്രങ്ങളിലൊക്കെ കൂടെ തന്നെയാണ് ഇത്രയും വലിയ സ്റ്റാർഡം ഒക്കെ ആയാലും അല്ലെങ്കിൽ ഇത്രയും വലിയ ഫാൻ ഫോളോയിങ് ഒക്കെ ആയാലും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ദളപതി വിജയുടെ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.